എന്താണ് കോൺഗ്രൻസ് ക്ലാസ്സസ് എന്ന് നോക്കാം. Using least residues, the set of integers set can be partitioned into m non-empty pairwise disjoint classes called congruent classes modulo m. ഇതിൽ നിങ്ങൾ non-empty pairwise disjoint classes ഇതൊക്കെ എന്താണെന്ന് അറിയണം. നമുക്ക് നോക്കാം, ഒരു എക്സാമ്പിൾ കാണാം. The various congruence classes modulo 5 are, അതായത് ഇവിടെ നോക്കാം, ഇവിടെ തുടങ്ങാം. 0നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര റിമൈൻഡർ കിട്ടുക? 0. ഈ 0. 5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താലും റിമൈൻഡർ 0. 10നെ ഡിവൈഡ് ചെയ്താലും റിമൈൻഡർ 0. അതുപോലെ -10നും -5നും ഡിവൈഡ് ചെയ്താൽ 0. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്താ കിട്ടണേ? നമുക്കറിയാവുന്ന ഇൻറ്റിജറിലെ ഒരു ഇൻറ്റിജറാണ് 5. ഈ 5നെ ഒരു ഇൻറ്റിജറാണ് 5. ഈ 5നെ അനവധി ഇൻറ്റിജേഴ്സ് ഉണ്ടല്ലോ, അതിലെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത റിമൈൻഡർ 0 വരുന്ന എന്ന് പറഞ്ഞാൽ 5 കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ പറ്റുന്ന നമ്പേഴ്സുകളുടെ കളക്ഷൻ. അതാണ് ഈ എഴുതിയിട്ടുള്ള ഒന്നാമത്തെ സെറ്റ്. അപ്പം ഇതിനെ ഞാൻ റെസിഡ്യൂ ക്ലാസ് 0 എന്ന് ഇതിനെ വായിച്ചു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം കുറേ ഇൻറ്റിജേഴ്സിൻ്റെ കളക്ഷൻ. എന്താണ് ഇൻറ്റിജേഴ്സിൻ്റെ പ്രത്യേകത? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 വരണം. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? ഇൻറ്റിജേഴ്സിൻ്റെ കളക്ഷൻ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 ആയിരിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കിയോ, 1നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ 1, 6നെ ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1, 11 ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1, -9 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട മൈനസ് നമ്മൾ ശ്രദ്ധിക്കണം, -9. അപ്പോൾ 5ന്റെ മൾട്ടിപ്പിൾസ് 10 വരാം. -9 10 എത്ര കൂട്ടണം? 1. അപ്പോൾ റിമൈൻഡർ 1. -4 5 ആവാൻ 1 കൂട്ടിയാൽ മതി. ഞാൻ ഈ പറഞ്ഞ സെൻസ് ഇങ്ങനെ ആലോചിക്കണ്ട. -4ൽ മൈനസ് കൺസിഡർ ചെയ്യേണ്ട. 4 5 ആവാൻ 1 കൂട്ടണം. അങ്ങനെ 1 അതാണ് ഇവിടെ ഉണ്ടായത്. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? കുറേ ഇൻറ്റീജേഴ്സിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 വരുന്നത്, ഇവിടെ റിമൈൻഡർ 3 വരുന്നത്, ഇവിടെ റിമൈൻഡർ 4 വരുന്നത്. ഇനി റിമൈൻഡർ 5 വരുന്നതെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? റിമൈൻഡർ 5 വരുന്നത് പറഞ്ഞാൽ റിമൈൻഡർ 0 വരിക തന്നെയാണ്. റിമൈൻഡർ 6 വന്നെന്ന് പറഞ്ഞെടുത്ത എന്താ? റിമൈൻഡർ 1 വരെ തന്നെയാണ്. റിമൈൻഡർ 7 എന്ന് പറഞ്ഞാൽ റിമൈൻഡർ 2 വരണം തന്നെയാണ്. അപ്പോൾ എന്താ ഇവിടുത്തെ പ്രത്യേകത? ഇവിടെ സംഭവിക്കുന്നത് ലീസ്റ്റ് റെസിഡ്യൂ എന്നൊരു കോൺസെപ്റ്റാണ് ഇവിടെ വരുന്നത്. ലീസ്റ്റ് റെസിഡ്യൂ നമുക്കറിയാം, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡേഴ്സ് എത്രയ്ക്ക് വരാൻ സാധ്യതയുള്ളൂ? 0, 1, 2, 3, 4 അങ്ങനെ 5 എണ്ണം. ഈ 5 എണ്ണം ഇവിടെ എഴുതിയിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ എല്ലാം ഇപ്പോൾ ഇവിടെ നമ്മൾ ഇത്രയും നമ്പേഴ്സ് എഴുതിയിട്ടുള്ളൂ എങ്കിൽ കൂടെ ഇതിനപ്പുറത്തോട്ട് ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് -15, -20 ഒക്കെ ഉണ്ട്. ഇവിടെ 15, 20 ഉണ്ട്. അങ്ങനെ എല്ലാ നമ്പേഴ്സ് ഉണ്ട്. ഈ എല്ലാ നമ്പറും കൂടി ആഡ് ചെയ്താലാണ് Z എന്ന സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സ് നമുക്ക് കിട്ടുക. ക്ലിയർലി ദീസ് ക്ലാസ്സസ് ആർ നോൺ-എംപ്റ്റി. ഓക്കെ, നോൺ-എംപ്റ്റി എന്ന് പറയുന്നത് അർത്ഥം ഇവിടെ കണ്ടെങ്കിൽ മെമ്പേഴ്സ് ഉണ്ട്, ഇവിടെ എലമെന്റ്സുകൾ ഉണ്ട്, അതുകൊണ്ടാണ് നോൺ-എംപ്റ്റി എന്ന് പറയുന്നത്. പെയർവൈസ് ഡിസ്ജോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ സെറ്റും നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും കോമൺ ഉണ്ടോ? ഇല്ല. ഈ സെറ്റും കൂടി നോക്കിയാലും കോമൺ ഇല്ല. 0യും 3 നോക്കുമ്പോൾ കോമൺ ഇല്ല. 0യും 4 കൊടുക്കുമ്പോൾ കോമൺ ഇല്ല. അതുപോലെ ഏത് രണ്ട് വ്യത്യസ്തമായ സെറ്റുകൾ എടുത്താലും അവ തമ്മിൽ ഒന്നും കോമൺ ഇല്ല. അതുകൊണ്ടാണ് അതിന് ഡിസ്ജോയിന്റ് എന്ന് പറയുന്നത്. ആൻഡ് ദെയർ യൂണിയൻ ഈസ് ദ സെറ്റ് ഓഫ് ഓൾ ഇൻറ്റീജേഴ്സ്. ഇതെല്ലാം കൂടി കൂട്ടി എന്താ കിട്ടുക? സെറ്റ് ഓഫ് ഓൾ ഇൻറ്റീജേഴ്സും കിട്ടും. അക്കോർഡിംഗ്ലി ദീസ് ക്ലാസ്സസ് ഫോം എ പാർട്ടീഷനിങ്. ഇപ്പം എന്താ പാർട്ടീഷനിങ് എന്ന് പറഞ്ഞാൽ? ഒരു സെറ്റിനെ പാർട്ടീഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയോ, ഇതാണ് എൻ്റെ സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സ് Z എന്ന് പറയുന്നത്. ഇതിനെ ഞാൻ 1, 2, 3, 4, 5 ക്ലാസ്സസ് ആയിട്ട് പാർട്ടീഷൻ ചെയ്തു. എന്തിൻ്റെ പ്രത്യേകത കണ്ട? ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, ഡിസ്ജോയിൻ്റ് ആണ്. അതാണ് പെയർവൈസ് ഡിസ്ജോയിന്റ് എന്ന് പറയുന്നത്.
ഇതെല്ലാം പാർട്ടീഷൻ ആവണേ എന്ത് വേണം, എല്ലാം പെയർവൈസ് ഡിസ്ജോയിന്റുകളായിരിക്കണം, നമുക്ക് കൂടി കൂട്ടുമ്പോൾ നമുക്ക് ആവശ്യമായത് കിട്ടണം. അപ്പോൾ സെഡിനെ ഇത് പാർട്ടീഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം ഇതിൽ ഈ 0 1 2 3 ക്ലാസ് 0 ക്ലാസ് 1 ക്ലാസ് 2 ക്ലാസ് 3 ക്ലാസ് 4 എന്നൊക്കെ പറയുന്നത് പെയർവൈസ് ഡിസ്ജോയിന്റ് ആണ്. അതെല്ലാം കൂടി യൂണിയൻ എടുക്കുമ്പോൾ z സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സ് കിട്ടും. The least residues 0, 1, 2, 3 and 4 serve as representative or goodwill ambassadors of the classes class 0, class 1, class 2, class 3 and class 4 respectively. Then a complete set of residue modulo m എന്താ നോക്കാം. A set of m integers is a complete set of residue modulo m if every integer is congruent modulo m to exactly one of them. നമുക്ക് നോക്കാം. The set a1 a2 etc am is a complete set of residue modulo m if they are congruent modulo 2, the least residue 0 1 2 etc m minus 1 in some order. ഒരു എക്സാമ്പിൾ കണ്ടുമ്പോൾ മനസ്സിലാവും. Set -12 9 6 23 is a complete set of residues modulo 4 since നമുക്ക് നോക്കാം -2 is congruent to 0 mod 9 mod 12 -12 is congruent to 0 mod 4 കാരണം എന്താ, -12നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ആണ്. 9 is congruent to 1 mod 4 ശരിയാണ്, 9നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 ആണ്. അതുപോലെ 6 congruent to 2 mod 4, 23 congruent to 3 mod 4. mod 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡേഴ്സ് വരാൻ പറ്റുന്ന ഏതൊക്കെയാണ്, 0യും 1ഉം 2ഉം 3യും ആണ്. അപ്പോൾ അതായത് -12 9 6 23 ഇവയെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ലീസ്റ്റ് റെസിഡ്യൂസ് ആയ 0 1 2 3 കിട്ടി. അതുകൊണ്ട് ഇതിനെന്തെന്ന് പറയാം, കംപ്ലീറ്റ് സെറ്റ് ഓഫ് റെസിഡ്യൂ മോഡുലോ എം എന്ന് പറയാം. കംപ്ലീറ്റ് സെറ്റ് ഓഫ് റെസിഡ്യൂ മോഡുലോ എം. ഞാൻ ആലോചിച്ച് നോക്കിയേ, a set of m integers is a complete set of residue modulo m if every integer is congruent modulo to exactly one of them. കണ്ട, ഇതിൽ ഇപ്പോൾ ഈ -12 0നോട് മാത്രമാണ് കോൺഗ്രൻ്റ് ആയത്, 9 1നോടും 6 2നോടും 23 3യോടുമാണ്. ഇതാണ് കംപ്ലീറ്റ് സെറ്റ് ഓഫ് റെസിഡ്യൂ മോഡുലോ എമ്മിൻ്റെ ഡെഫിനിഷൻ. ദെൻ ഒരു തിയറം നോക്കാം. തിയറം Theorem 4.4 let A congruent to B mod m and C congruent to D mod m, then A plus C congruent to B plus D mod m എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡുകൾ ആഡ് ചെയ്യുക, ദാറ്റ് ഈസ് congruent to sum of right hands. A plus C is congruent to B plus D mod m. Second one മൾട്ടിപ്ലൈ ചെയ്യുക, എ സി കോൺഗ്രുവൻറ്റ് ടു ബി ഡി മോഡ് എം. പ്രൂഫ് എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം ഇംപ്ലൈസ് ഡെഫിനിഷൻ പ്രകാരം എ is equal to ബി പ്ലസ് എൽ എം. അതുപോലെ സി കോൺഗ്രുവൻറ്റ് ടു ഡി മോഡ് എം എന്ന് പറഞ്ഞാൽ സി is equal to ഡി പ്ലസ് കെ എം. നമ്മൾ വേറെ ഡെഫിനിഷൻ പഠിച്ചിട്ടുണ്ട്, എം ഡിവൈഡ്സ് എ മൈനസ് ബി എന്ന് പഠിച്ചിട്ടുണ്ട് ഇവിടെ. പക്ഷേ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇത്തരത്തിലുള്ളൊരു ഡെഫിനിഷനാണ്. നമ്മൾ തിയറത്തിൽ കണ്ടിട്ടുള്ള ഒരു കാര്യമാണിത്. ഫോർ സം എൽ കോമ കെ എലമെന്റ് ഓഫ് ഇസെഡ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാൻ എന്താണല്ലോ നമുക്ക് ആദ്യം എ പ്ലസ് സി ആണല്ലോ നോക്കണ്ടത്. അപ്പോൾ എ പ്ലസ് സി is equal to എയും സിക്കും ഈക്വലൻ്റ് ആണ് ബിയും ഇത് ബി പ്ലസ് എൽ എം പ്ലസ് ഡി പ്ലസ് കെ എം, ബി പ്ലസ് ഡി പ്ലസ് എൽ പ്ലസ് കെ എം. ഇതിൻ്റെ അടുത്ത് എന്താ, എൽ പ്ലസ് എ പ്ലസ് സി is equal to കണ്ട ഇങ്ങനെ എ ഈക്വൽ ടു ബി പ്ലസ് എൽ എം ആണെങ്കിൽ എന്താണത്, എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം. അതിവിടെ നോക്കുക, എ പ്ലസ് is equal to ബി പ്ലസ് ഡി ഇൻറ്റു മൾട്ടിപ്പിൾ ഓഫ് എം എന്നാണെങ്കിൽ അതിൻ്റെ അടുത്ത് എന്താ, എ പ്ലസ് സി കോൺഗ്രുവൻറ്റ് ടു ബി പ്ലസ് ഡി. ഇവിടെ ഇത് വന്നത് ഇതിൽ നിന്നാണ്, ഈ ഒരു പ്രയോഗത്തിൽ നിന്നാണ്. ഇതിൽ നിന്ന്
ദെൻ ഇനി നമുക്ക് കാണിക്കേണ്ടത് എ സി കോൺഗ്രുവൻറ്റ് ടു ബി ഡി എന്നാണ്. ഒരു പ്രത്യേകതയിൽ തുടങ്ങാം. എ സി മൈനസ് ബി ഡി ഈക്വൽ ടു എ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എ ഇസ് ഈക്വൽ ടു ബി പ്ലസ് എൽ എം ആണ്. സോ എ മൈനസ് ബി ഇസ് ഈക്വൽ ടു എൽ എം. അതുപോലെ സി മൈനസ് ഡി ഇസ് ഈക്വൽ ടു കെ എം. അപ്പോൾ എ സി മൈനസ് ബി ഡി ഇസ് ഈക്വൽ ടു എ സി മൈനസ് ബി ഡി പ്ലസ് ബി സി മൈനസ് ബി ഡി. ഇവിടെ ആദ്യം ചെയ്ത് എ സി മൈനസ് ബി ഡി എന്ന് പറഞ്ഞാൽ എ സി മൈനസ് ഈ ബി സി ആഡ് ചെയ്തു, അതിനെ സബ്ട്രാക്ട് ചെയ്തു. അപ്പോൾ ഫലത്തിലൂടെ യാതൊരു മാറ്റവും ഇല്ല, കട്ട് ചെയ്ത് പോയത്. അതാണ് എ സി മൈനസ് ബി ഡി. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി ഇവിടുന്ന് എന്തിനെ പുറത്തെടുത്തു, സീനെ പുറത്തെടുക്കുമ്പോൾ സി ഇൻറ്റു എ മൈനസ് ബി പ്ലസ് ബി ഇൻറ്റു സി മൈനസ് ഡി. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ട് എൽ എം, സി മൈനസ് ഡി എന്ന് പറഞ്ഞാൽ കെ എം. രണ്ടിനും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എമ്മിനെ പുറത്തെടുക്കുമ്പോൾ സി എൽ പ്ലസ് ബി കെ ഇൻറ്റു എം. നേരത്തെ പറഞ്ഞ അതേ കോൺസെപ്റ്റ്, ദാറ്റ് ഈസ് എ സി മൈനസ് ബി ഡി ഇസ് ഈക്വൽ ടു സി എൽ പ്ലസ് ബി കെ. ഇതെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ, ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു എം, ദാറ്റ് ഈസ് മൾട്ടിപ്പിൾ ഓഫ് എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ഈ മൈനസ് അപ്പുറം കൊണ്ടുപോകുമ്പോൾ എ സി ഇസ് ഈക്വൽ ടു ബി ഡി പ്ലസ് സി എൽ പ്ലസ് ബി കെ ഇൻറ്റു എം. നേരത്തെ പറഞ്ഞ ഇതേ കോൺസെപ്റ്റ്, എ സി കോൺഗ്രന്റ് ടു ബി ഡി മോഡ് എം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എ സി ഇസ് ഈക്വൽ ടു ബി ഡി പ്ലസ് എ മൾട്ടിപ്പിൾ ഓഫ് എം എന്നാണ്. അങ്ങനെയൊക്കെ എഴുതാൻ പറ്റിയിട്ടുണ്ട് ഇതിനെ. ഇത് നമുക്ക് പ്രൂവ് ചെയ്തു. ഇവിടെ നിന്ന് മനസ്സിലാകുന്ന റിസൾട്ട് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നതാണ്. എ കോൺഗ്രന്റ് ടു ബി മോഡം, സി കോൺഗ്രന്റ് ടു ഡി മോഡം ആണെങ്കിൽ എ പ്ലസ് സി കോൺഗ്രന്റ് ടു ബി പ്ലസ് ഡി മോഡം, എ സി കോൺഗ്രന്റ് ടു ബി ഡി മോഡം. ഇത് ഓർത്തിരിക്കേണ്ട റിസൾട്ടാണ്.